നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും അവരനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെ പറ്റിയുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ പ്രസന്നതയും സന്തോഷവുമുള്ളവരായിരിക്കും. ഇവർ പൊതുവെ ഹൃദയചാഞ്ചല്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരവരുടെ കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ ഓരോന്നിലും ചെന്നുപെട്ട് പരാജയപ്പെടുന്നത് കാണാം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും കോപിക്കുന്നത് കാണാൻ കഴിയും. ഇവർക്ക് അസാധാരണമായ കർമ്മകുശലതയും വാചാലതയും ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പരാജയത്തിൽ നിരാശപ്പെടാറില്ല. കഠിനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇക്കൂട്ടർ. സ്വന്തം താല്പര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ ഓരോ പ്രവൃത്തികളും. മറ്റുള്ളവരോട് സ്നേഹഭാവത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമെങ്കിലും അത് സ്വന്തം കാര്യത്തിനും താല്പര്യത്തിനും മാത്രം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ നന്ദികെട്ടവരെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്യ സുഖം ലഭിക്കാറില്ല. സ്വൈരത കെടുത്തുന്ന പല അനുഭവങ്ങളും ഇവർക്ക് ജീവിതത്തിലുണ്ടാകും. പൊതുവെ ഇവർ സാധു സ്വഭാവികളായിരിക്കും. കൂടെയുള്ള കുടുംബകലഹവും ഭർതൃവിരഹവും ഇവർക്ക് നേരിടുന്നതായി കാണപ്പെടുന്നു. ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖം പിടിപെടാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകം, ഉത്രം, ചിത്തിര, അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുമാണ്. കേതുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ദശാകാലങ്ങളിൽ യഥാവിധി ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം തുടങ്ങിയ പുണ്യകർമ്മങ്ങൾക്ക് ഉത്തമമാണ്. ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും പൂയം നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും. പൂയവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം പ്രാധാന്യത്തോടുകൂടി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഈ ദിവസം തന്നെ ശനീശ്വര പൂജ, ശാസ്താക്ഷേത്ര ദർശനം, വ്രതാനുഷ്ഠാനം എന്നിവയ്ക്കും ഉത്തമമാണ്. രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കണം. ശനി പ്രീതികരങ്ങളായ കറുപ്പും നീലയും വസ്ത്രങ്ങളും ചന്ദ്രപ്രീതികരമായ വെളുത്ത വസ്ത്രവും ഇവർക്ക് അനുയോജ്യമാണ്. ശനിയാഴ്ച ദിവസം അരയാൽ പ്രദക്ഷിണം നടത്തുന്നത് ഇവർക്ക് വളരെ അനുകൂലമാണ്. പൂയം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ബൃഹസ്പതിയാണ്. നക്ഷത്ര ദേവതയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ്. പൂയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം ആടാണ്. വൃഷം അരയാലുമാണ്. ദേവഗണത്തിൽപ്പെട്ട ഇവർ പുരുഷയോനിയിൽപ്പെട്ടവരാണ്. ഇവരുടെ പക്ഷി ചകോരമാണ്. ഭൂതം ജലവുമാണ്. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കുക. ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പാടില്ല. ഇവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കർമ്മങ്ങൾ ഒഴിവാക്കുക. ഇവരെ കണി കാണുക പോലും ചെയ്യരുത് എന്നാണ് പൂയം നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള. പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. ഇവർക്ക് പറഞ്ഞിട്ടുള്ള നക്ഷത്ര വൃക്ഷത്തെ പരിപാലിക്കുന്നതും ശ്രേയസ്കരമാണ്. പൂയം നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ഇതെല്ലാം തന്നെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം പാലിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.